പറ. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളിന് ശേഷം നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അല്ലേ? ഹായ്. അപ്പോൾ വീട് പണിതൊക്കെ കാണിക്കണ്ടേ? പണിതിട്ടുള്ള വീടിൻ്റെ അവസ്ഥ അല്ലേ? ഇവിടെ ആളിരിപ്പുണ്ടേ. ടിങ്. ഈ സുന്ദരിയായിട്ട് വീഡിയോ എടുക്കുന്ന പറഞ്ഞോണ്ടല്ലേ സുന്ദരിയായിട്ട് ചീപ്പൊക്കെ ആയിട്ട് ഇവിടെ മുടിയൊക്കെ ഒതുക്കിയിരിക്കുന്നേ? ആണോ? പേടിച്ചിരിക്കുവാണോ? വീഡിയോ എടുക്കുക. ഹായ് ഒക്കെ പറ. കൊറേ പേര് തിരക്കുന്ന അമ്മൂമ്മ. ഹായ് പറ. ഹായ് പറ. ഹായ് ഹായ് ഹായ്. എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിക്കും. കുറേ പേര് കുറേ വീഡിയോയിലൊന്നും അമ്മൂമ്മയെ കണ്ടില്ല എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാനിവിടെ ഉണ്ടെന്ന് പറ. ഞാനിവിടെ ഉണ്ട്. പിന്നെ പനി ആയതുകൊണ്ട് ഇരുന്നില്ല. വെളിയിലോട്ട് ഇറങ്ങാത്തത് വെട്ടമില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ അകത്തിരിക്കുമ്പോ ഭയങ്കര ഇരുട്ട്. അപ്പൊ നമ്മള് പുറത്തിറങ്ങിയാലേ നമുക്ക് വെട്ടമുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ കുറച്ച് ഇവിടെ ഒക്കെ എല്ലാം ഇതാക്കിയത് കൊണ്ട് ഇച്ചിരി ഇത്. പിന്നെ അമ്മൂമ്മേന്റെ ഒക്കെ ഇവിടത്തെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ മാറ്റി അല്ലേ? ഇപ്പം അമ്മൂമ്മ എവിടെയാണ് കിടക്കുന്നത്? ഇനി ഞങ്ങൾക്ക് കപ്പയാണേ. കപ്പയൊക്കെ വേവിക്കുന്നേ ഉള്ളൂ. ഭയങ്കര ഞങ്ങൾ ഉണക്കാനിട്ടിരിക്കുന്നതാണ്. ഇതൊക്കെ ഞങ്ങളുടെ ഭയങ്കര വെയിലാണ് ഇവിടെ. ഞങ്ങളിവിടെയൊക്കെ അടച്ചു കേട്ടോ. അടച്ചിട്ട് ഇപ്പം വേണ്ട ഇതിലാണ് ഇതൊക്കെ. ഇതിന് ഇടയിൽ കൂടെ നോക്കിയാൽ അങ്ങയുടെ അയ്യോ കാണാൻ പറ്റത്തില്ല, ഇരുട്ടാണ്. അച്ഛനകത്താണ് കിടക്കുന്നേ. ഇത് അതിനപ്പുറത്ത് അച്ഛൻ അടവാണേ. എണീക്കുന്നില്ല? വേണ്ട, കിടന്നോ. പയ്യെങ്കിൽ കിടന്നോ. വേണ്ട, കിടന്നോ. ഓ, ഫോട്ടോ എടുക്കണമെങ്കിലോ? വേണ്ട, കിടന്നോ. ഇതിനടിയിൽ ഒരാള് പാത്തിരിപ്പുണ്ട്. ഇതാണ് എന്റെ ചവിക്കുട്ടൻ. എന്തെടുക്കും ഇവിടെ? നീ കാവല് കിടക്കുവാണോ? ഇതെന്ത് ഇതിന്റെ ഇടയെല്ലാം ഇങ്ങനെ കിഴിച്ചു വെച്ചിരിക്കുന്നേ? ചബി കൊള്ളാം. ഇപ്പൊ ഇവൻ ഏത് സമയം ഇവിടെ കിടത്ത. ഇവിടെ വിട്ടു പോവാം. അമ്മൂമ്മ ഹായ് ഒക്കെ പറ. അമ്മൂമ്മയെ കുറച്ച് നാള് കാണാതിരുന്നോണ്ട് എല്ലാവർക്കും വിഷമം ഉണ്ടായിരുന്നു അല്ലേ? ഇതിലേ അല്ലേ ഇപ്പുറത്ത് വന്നിട്ട് ഹായ് പറ. ഞങ്ങളുടെ അമ്മ. ഇതെന്തോ സാധനം? ഹായ് ഹായ്. ഭയങ്കര സന്തോഷത്തില. ഇന്ന് ഞങ്ങൾക്ക് പാവയ്ക്കാൻ മെഴുക്കുവരട്ടിയാണ്. പിന്നെ കുഞ്ഞുമത്തി. അമ്മൂമ്മയ്ക്ക് എന്തോ അമ്മ സ്പെഷ്യൽ വേണ്ടത്? ചിക്കൻ ബിരിയാണി വേണോ? ചിക്കൻ ബിരിയാണി വേണോ? കണ്ട അമ്മൂമ്മ ഇങ്ങനെയാണ്. അമ്മൂമ്മ പാവമൊന്നുമല്ല കേട്ടോ. ഇപ്പം ഞങ്ങൾ ഓരോരോ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുക അമ്മൂമ്മയുടെ ശരിക്കുള്ള സ്വഭാവം. അടങ്ങി പാവം പോലെ ഇരിക്കുന്നതാണ്. പിന്നെ എല്ലാവരും ചോദിച്ചൊരു ചോദ്യമായിരുന്നു, അച്ഛൻ ഇത്ര നാളെ നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നല്ലോ, പിന്നെ ഇപ്പം എങ്ങനെയാണ് അച്ഛൻ നമ്മുടെ കൂടെ വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ വീഡിയോയിലെല്ലാം നമ്മൾ ഹോസ്പിറ്റലൈസ് ആയ സമയത്ത് തൊട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അച്ഛൻ ശരിക്കും ഞങ്ങളുടെ കൂടെ, ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം ഞാനൊരു 10 കഴിഞ്ഞ് +1 +2 ഒക്കെ ആയ സമയത്ത് തൊട്ട് അച്ഛനും അമ്മയും അതേപോലെ അടിയും ബഹളമൊക്കെ ആയിട്ട് കുടുംബ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും തമ്മിലുള്ള ചെറിയ സൗന്ദര്യപ്പിണക്കം കാരണം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് ആയി. പോലീസ് കേസും അങ്ങനെയൊക്കെ ആയി. അപ്പം പിന്നീട് അമ്മയുടെ വീട്ടിൽ വന്ന് താമസിക്കും, അച്ഛൻ്റെ വീട്ടിലുമായിരുന്നു. ഇനി ഞാൻ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ആ സമയത്തൊക്കെ അമ്മയുടെ മൊബൈൽ വഴിയാണ് നമ്മൾ കോണ്ടാക്റ്റ് ഒക്കെ ചെയ്യുന്നത്. പിന്നെ ചീത്തവിളിയും ബഹളമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് നാളൊക്കെ നിന്ന് പിന്നെ സ്വന്തമായിട്ട് മൊബൈലൊക്കെ വാങ്ങിയതിന് ശേഷം ഞാനാണെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാറും. അങ്ങനെ ഈ ഒരു അസുഖം വരുന്നിടം വരെ നമ്മൾ കോണ്ടാക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്.
അപ്പോൾ ആ സമയത്ത് അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ വീട്ടിലല്ല, അച്ഛൻ്റെ വീടിനടുത്തൊരു ഫാമുണ്ട്, ഒരു ഈ പശുക്കളെയൊക്കെ വളർത്തുന്ന ഒരു ഫാം പോലെയുണ്ട്. അപ്പോൾ അവിടെയായിരുന്നു അച്ഛന് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആ സമയത്ത് അച്ഛന് ഓൾറെഡി ഷുഗർ ഉള്ള ഒരു പേഷ്യൻ്റാണ് അച്ഛന്. അപ്പോൾ അതിൻ്റെ ഇൻസുലിനും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ആ സമയത്താണ് അച്ഛന് എന്തൊക്കെയോ അച്ഛൻ്റെ ഡയറ്റൊന്നും ശരിയല്ലായിരുന്നു. പിന്നെ ആ സമയത്ത് അച്ഛന് സ്ട്രോക്ക് ആയാണ് ശരിക്കും അച്ഛനെ നമ്മൾ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിറ്റ് ആക്കിയത്. അപ്പം ഇതൊന്നും ഞങ്ങൾ അറിയുന്നത് ഇത് രാത്രി നടന്ന സംഭവമാണ്. എന്താ ഞാൻ ഡേറ്റ് ഓർക്കുന്നില്ല. അന്ന് രാത്രി നടന്ന സംഭവമാണ്. അതിൻ്റെ പിറ്റേ ദിവസം രാവിലെയൊക്കെ ആയപ്പോഴാണ് ഞങ്ങളെ വിളിച്ച് ഇതുപോലെ അറിയിക്കുന്നതും. അവിടുത്തെ ഒരു നോക്കിക്കൊണ്ടിരുന്ന അയാൾ ഡോക്ടറാണെന്നാണ് പറയുന്നത്, ഡോക്ടറാണ് തോന്നുന്നു. അപ്പം ഞാൻ അതേ കണ്ടിട്ടില്ല. അപ്പം അയാളാണ് ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അതിന് മുമ്പേ ഞങ്ങൾ അറിഞ്ഞു. എന്നിട്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഇവിടുന്ന് 2 വീലറിലാണ് ഞങ്ങൾ ആലപ്പുഴ വരെ പോയത്. പോയി ചെന്ന് കഴിഞ്ഞപ്പം അവിടെ അച്ഛനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റെ അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മളെന്താ പറയുക, ആരോരുമില്ലാത്ത ഇതെന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ അഡ്മിറ്റ് ആക്കിയിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ഡോക്ടർക്ക് അറിയാം നമ്മുടെ ഈ അച്ഛൻ്റെ വീട്ട് വിലാസമായാലും നമ്മളെവിടെയാണ് താമസിക്കുന്നത്, അച്ഛന് മക്കളുണ്ടെന്നും അച്ഛൻ്റെ ഇതെല്ലാം ആണെന്ന് അറിഞ്ഞിട്ടും അവരല്ലാതെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തിട്ടും അവരപ്പോഴേ അവിടെ നിന്ന് പോയി. എന്നിട്ട് ഇവിടെ വന്ന് നമ്മളെ അറിയിക്കാനായിരുന്നു അവർക്ക് ഭയങ്കര ധൃതി. അങ്ങനെ വന്ന് ഞങ്ങളെ അറിയിക്കുന്നതിന് ഞങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് പിന്നെ ഡീറ്റെയിൽസ് എല്ലാം വാങ്ങിച്ച്. പിന്നെ അതുമല്ല, ഞാൻ ഒറ്റയ്ക്ക്, അമ്മയ്ക്കാണെങ്കിൽ ഇവിടെ അമ്മൂമ്മയെ നോക്കണം, അമ്മയ്ക്ക് അവിടെ വന്ന് നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങൾക്ക് ആരും അവിടെ ഇങ്ങനെ അറിയുന്ന ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ അടൂർ നമ്മൾ ജനറൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റുമായിരുന്നു അച്ഛനെ. അവിടെ ICU അല്ല കിടന്നത്, വാർഡിൽ ജസ്റ്റ് ഓക്സിജൻ മാസ്കിലാണ് അച്ഛൻ അവിടെ കിടന്നിരുന്നത്. അപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾ ഇവിടെ ICU അടൂർ വേക്കൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ നമ്മൾ ഇങ്ങോട്ട് മാറ്റി. അപ്പോൾ ഇതാകുമ്പം നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പെട്ടെന്ന് പൈസയൊക്കെ ആയാലും അല്ലെങ്കിൽ ഡ്രസ്സ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരാളുടെ സഹായത്തിനായാലും എനിക്ക് നമ്മുടെ നാട്ടിൽ തന്നെ കിടക്കുന്നതല്ലേ നല്ലതെന്ന് വിചാരിച്ച് നമ്മളിവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കിയത്. പിന്നെ അച്ഛനെ പിന്നെ അവിടോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെ വീടോ കാര്യങ്ങളോ അങ്ങനൊന്നുമില്ല. അപ്പം നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അവിടുത്തെ അച്ഛൻ്റെ വീടിൻ്റെ സാഹചര്യങ്ങൾ കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ അച്ഛനെ അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാലും ഒരാൾ സപ്പോർട്ടില്ലാതെ അച്ഛന് പറ്റത്തില്ല. ഇപ്പം നമ്മൾ ഹോസ്പിറ്റലൈസ് ആയ സമയത്ത് തന്നെ അച്ഛന് സ്ട്രോക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അച്ഛന് സ്ട്രോക്കായിട്ടായിരുന്നു അവിടെ ഈ വണ്ടാനം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആക്കിയിരുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ലായിരുന്നു നമ്മൾ ഈ ഇന്ന ഒരു അസുഖമാണെന്നോ ഒന്നും ആരും നമ്മുടെ അടുത്ത് പറഞ്ഞില്ല. ആ ഒരു അന്നേരം ICUയിൽ മാസ്ക് ഇട്ടോളൂ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ അടുത്ത് പോലും സംസാരിക്കുന്നില്ല. ഇവിടെ കൊണ്ടുവന്ന ഡീറ്റെയിൽസൊക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛന് സ്ട്രോക്ക് ആയപ്പോഴാണ് പറയുന്നത് ഫസ്റ്റ് സ്ട്രോക്ക് കഴിഞ്ഞതാണ്, അപ്പം ഇത് രണ്ടാമത് വന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അന്നേരമാണ് അറിയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓരോ മരുന്ന് കൊടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്റ്റും ഉണ്ട്. മറ്റ് അസുഖങ്ങൾ അച്ഛന് വീണ്ടും വരാൻ തുടങ്ങി. അപ്പോൾ അതുപോലെ തന്നെ അച്ഛന് BP കുറവൊക്കെ ആയിരുന്നു. അപ്പോൾ അതിന് ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ലല്ലോ. അപ്പം അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഓരോരോ മരുന്ന് കൊടുക്കുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് കാരണം പുള്ളിക്ക് വീണ്ടും ഈ ഒരു അസുഖം വന്ന് പിന്നെ ഇപ്പം കംപ്ലീറ്റ്ലി ഓക്കെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പൊക്കെ നടത്തി, ആൾ ഓക്കെയാണ്. എന്നാലും ഒരു ലങ്സിനൊരു ഇത് ബാധിച്ചിട്ടുണ്ട്, ഫംഗൽ ഇൻഫെക്ഷൻ. അത് ഈ പുല്ല് ഫാമിലാണ് വർക്ക് ചെയ്തതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ പശുക്കൾക്ക് കൊടുക്കുന്ന പുല്ലിൽ നിന്ന് കണ്ടുണ്ടാവുന്ന ഒരു ഫംഗലാണ് ഇത്. ഭയങ്കരമായിട്ട് അത് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലങ്സിനൊക്കെ നല്ലവണ്ണം ഡാമേജ് ആയിട്ടൊക്കെ ഇതായി ചെയ്യുമായിരുന്നെന്ന് പറഞ്ഞു. അപ്പം നല്ല മാറ്റമുണ്ട്, നല്ലൊരു ഡോക്ടറുമായിരുന്നു. നമ്മൾ ആദ്യമേ ഇവിടെ കൊണ്ടുവന്നപ്പോൾ നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൽ ഒരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അത് കുഴപ്പമില്ല. അതായാലും നമ്മുടെ എൻ്റെ അച്ഛൻ ഇപ്പം ഓക്കെയാണ്. പിന്നെ പറയാത്തക്ക രീതിയിൽ അങ്ങനെ കമൻസ് വന്നത് ഇപ്പം അതുകൊണ്ടാണ് നമ്മൾ ആദ്യ വീഡിയോയിലെല്ലാം ഞാൻ പറഞ്ഞു, കാരണം നമ്മുടെ കൂടെ അച്ഛനില്ല. പക്ഷെ മരിച്ചു പോയിന്ന് ഞാനെങ്ങും പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. നമ്മൾ അച്ഛൻ കൂടെ ഇല്ലയെന്ന് മാത്രമാണ് പറഞ്ഞത്. അത് അവർക്ക് 2 പേർക്കും ഒരുമിച്ച് പോകാൻ പറ്റാത്തത് കൊണ്ട് അവർ സെപ്പറേറ്റ് ആയിട്ട് നിന്നു. ഇനിയിപ്പം ഈ ഒരു സമയത്ത് അച്ഛനെ നമ്മൾ അവിടെ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാലും ഒരാൾ നോക്കാനോ അല്ലെങ്കിൽ ഒരാൾ സപ്പോർട്ട് നിൽക്കാനോ ഒന്നുമില്ല. നമുക്കവിടെ ഒരു വീടെന്ന് പറയത്തക്ക രീതിയിലൊന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ അച്ഛനെ അവിടെ കൊണ്ടുവന്നിട്ടിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ പണി പൂർത്തിയാക്കാതായിട്ട് പോലും നമ്മളിവിടെ കൊണ്ടുവന്ന്. അപ്പോൾ എനിക്കിവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായാലും എളുപ്പമാണ്. വീട്ടിലിപ്പോൾ അമ്മയ്ക്കായാലും അമ്മൂമ്മയെ ഞങ്ങൾ ഈ ഇത്രയും ദിവസം ഒരു 10-15 ദിവസം മാറിയപ്പോൾ തന്നെ ഞങ്ങളുടെ അമ്മൂമ്മയ്ക്കും തീരെ വയ്യാണ്ടായി. അപ്പം നമ്മൾ എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണമെന്നുണ്ടെങ്കിൽ എല്ലാവരെയും ഒരുമിച്ചിട്ടേ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ വീടെന്ന് പറയുന്ന രോഗികളുടെ ഒരു വീടായിട്ട് ഇപ്പം ഇത് ചെയ്തിരിക്കുകയാണ്. ഇപ്പം അത്യാവശ്യം അച്ഛന് എല്ലാ രോഗവും ഉണ്ട്. പിന്നെ ഇനിയിപ്പം എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാം.
അപ്പം നമ്മളൊരു 10 ദിവസം കൂടുമ്പോൾ നമ്മൾ എന്തായാലും ഡോക്ടറിനെ കാണിക്കണം. നമ്മളത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് പോയാലേ, കാരണം പുള്ളി ഓട്ടോമാറ്റിക് അസുഖത്തിന് അടിമയാണ്, എല്ലാ അസുഖത്തിനും അടിമയാണ്. അപ്പം നമ്മളത് എപ്പോഴും ഫോളോ അപ്പ് ചെയ്യാതിരിക്കുക. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അച്ഛനെ അവിടെ കൊണ്ട് നേടാൻ പറ്റത്തില്ല. അന്ന് ആ അഹങ്കാരത്തിന് അങ്ങനെ കാണിച്ചു പോയെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിപ്പം അങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ട അവസ്ഥ അതേപോലെ ആയിരുന്നു. കാരണം അത്രയും കൂടെ നിന്ന് ഫാമിൽ നിന്ന് ആൾക്കാർ പോലും ഒന്നുമില്ലാതെ അവർ ഇട്ടിട്ട് പോയി. ആളിനി ജീവനോടെ ഇല്ല എന്നുള്ള രീതിയിൽ സിറ്റുവേഷനിൽ കിടന്ന മനുഷ്യനാണ്. അപ്പം നമ്മളത് രക്ഷപ്പെടുത്തി എടുക്കുമ്പോൾ പിന്നെയും നമ്മളവിടെ കൊണ്ട് കളയാൻ പറ്റുമോ? ഇല്ല. അപ്പം അതുകൊണ്ടാണ് പിന്നെയും എത്ര കാലത്തോളം നമുക്ക് നോക്കാൻ പറ്റുമോ അത്രയും കാലത്തോളം നമ്മൾ നോക്കുക. അത് ഒരച്ഛനെ അമ്മയെ നോക്കുന്ന വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമല്ല. അതൊരു കടമയാണ് അത് നമ്മൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ അവർ നമ്മളെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ പോലും നമ്മളത് ചെയ്യാം. പിന്നെ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛനില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പം എങ്ങനെ വന്നു, അച്ഛൻ വന്നു എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട്, പിന്നെ ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡീറ്റെയിൽഡായിട്ട് ഇതിലായിട്ട് എനിക്കത് പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ കൊണ്ടാണ് പലപ്പോഴും ഇതായിരുന്നു സംഭവം ശരിക്കും. അപ്പം അമ്മയായാലും ഇപ്പോഴും എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തൊക്കെ തരുന്നുണ്ട്. പിന്നെ അവർ അന്ന് അനുഭവിച്ച കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ ചെറിയ കണക്കങ്ങളൊക്കെ കാണും. അതുപോട്ടെ. ഇപ്പം ഇങ്ങനെയാണ് ഇപ്പം കുടുംബം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വേറെ വിശേഷങ്ങളെന്ന് പറയത്തക്ക രീതിയിൽ നമ്മൾ കുറേ നാൾ ഇതുപോലെ ഷോർട്ട് വീഡിയോ മാത്രം ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനിയും പെതുക്കെ ലോങ് വീഡിയോയിലോട്ട് കിടക്കാം. ഇനിയിപ്പം 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ അച്ഛൻ്റെ വീട്ടിലോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അന്നേരം അച്ഛൻ്റെ വീട് പരിസരങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ അത് അന്നേരം മനസ്സിലാവും നമ്മളെന്താണ് നമ്മൾ അങ്ങോട്ട് പോകാത്തതിനുള്ള കാരണമെന്നൊക്കെ. ഇനി ഇവിടെയും വീട് പണിയൊക്കെ ആണല്ലോ. തൽക്കാലത്തേക്കൊരു നമ്മൾ ഒരു മുറി നമ്മൾ നല്ലതെന്നാക്കിയിട്ട് ഇപ്പോൾ അച്ഛനും ഞാനും ആ ഒരു മുറിയിലാണ് കിടക്കുന്നത്. ഞാൻ നിലത്തും അച്ഛൻ കട്ടിലേലും അങ്ങനെ നമ്മൾ സെറ്റപ്പൊക്കെ ചെയ്ത് ഇതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മയൊക്കെ ഇവിടെ ഒരു ഇച്ചിരി കൂടെ തല ഇറക്കിയത് കൊണ്ട് നമ്മൾ അവിടെയാണ് അമ്മയും മാമനും, പക്ഷേ അമ്മയും അമ്മൂമ്മയും കിടക്കുന്നത്, അപ്പുറത്ത് മാമൻ തന്നെ. പിന്നെ ഇനിയും വീടിൻ്റെ പണി ഇനി പെട്ടെന്നൊന്ന് ഗ്രോ ആക്കാൻ നോക്കണം. കാരണം രോഗികളുടെ എണ്ണം കൂടുകയാണ്. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ഇടാൻ പറ്റില്ല. അപ്പം ഇച്ചിരി കൂടി പെട്ടെന്ന് നടത്തക്ക രീതിയിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ പല വീഡിയോസും ഷോർട്ടായിട്ട് ഇടുന്ന ചില വീഡിയോസിലൊക്കെ നമ്മൾ റിപ്ലൈ കൊടുക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ പറയുന്നുണ്ട്, എനിക്ക് അന്നേരം കമ്പനീന് റിപ്ലൈ തരാൻ പറ്റിയില്ലെങ്കിൽ ഞാനൊരു ഒരാഴ്ച 1 മാസം കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ അതിന് റിപ്ലൈ തരും. കാരണം നമ്മുടെ ഫാമിലിയായിട്ട് കൂടിയവരാണല്ലോ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ അവർ ചോദിക്കുന്നതിന് മറുപടി ഞാൻ പറയേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. പിന്നെ അത് ചിലതിനൊന്നും പറയേണ്ടതില്ല. അല്ലാത്ത നമ്മളോട് സ്നേഹമുള്ളവരൊക്കെ ഒരുപാട് പേരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് ദിവസമാണെങ്കിൽ മാറി നിന്നിട്ട് പോലും നമ്മളെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2-3 ദിവസമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഒന്നും ഇടാതൊക്കെ ഇരുന്നു, ഷോർട്ട് വീഡിയോ ആണെങ്കിൽ പോലും. അപ്പോൾ പോലും നമ്മൾ മെയിൽ അയച്ച് നമ്മളെ ചോദിക്കാനായാലും മെസ്സേജൊക്കെ അയച്ച് നമ്മളെ തിരക്കാനൊക്കെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇനിയിപ്പോൾ അമ്മ വരാത്തതിന് കാരണം ഇപ്പോൾ അമ്മ താഴെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോയിലോട്ട് വരാത്തത്. അപ്പോൾ ഇനി ചെറിയ ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ നല്ല രീതിയിൽ മുൻപോട്ട്, കാരണം നമ്മൾ പെട്ടെന്ന് കഷ്ടപ്പെട്ടെടുത്ത ഒരു ചാനലാണല്ലോ, ഇത് നമുക്ക് കളയാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് നമ്മൾ ചെറിയ വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്കിനി മുന്നോട്ട് പോകാം. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പം ഇങ്ങനെ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ബായ്. ഞാൻ അമ്മൂമ്മയും ഇപ്പം എല്ലാവരും ഓക്കെയാണ്. നമ്മളിപ്പം ഒരാൾ മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ഇതൊരു ഡൗൺ ആയി പോവും. അപ്പം നമ്മൾ അങ്ങോട്ട് മാറിയപ്പോൾ അമ്മൂമ്മയ്ക്ക് വയ്യാതായി. ഇപ്പോൾ എല്ലാവരെയും കൂടി ഒരുമിച്ചാകുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനും എല്ലാം എളുപ്പമാണ്. അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് വലിയ ലോങ് വീഡിയോസ് ഒന്നും വരാതിരുന്നത്. ഇനിയിപ്പോൾ ശ്രമിക്കാം. ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബായ്.